ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക ഫ്രൈ ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാവയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് രണ്ടായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വീണ്ടും ആ ഹാഫായിട്ടുള്ളത് ഒന്നും കൂടി രണ്ടായിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് വളരെ കട്ടി കുറച്ചാണ് ഇത് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ കനം കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു കട്ടിയിൽ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഞാൻ പാവയ്ക്കെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 പച്ചമുളകാണ് അരിഞ്ഞ് ചേർക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഞെരടി എടുക്കുക. മുളക് കൈ നീറത്തൊന്നുമില്ല, ഇങ്ങനെ നല്ലതായിട്ട് ഞെരടി ഇതിൽ മിക്സാക്കി എടുക്കണം. എങ്കിൽ 5 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. ഇതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങും, അതിനായിട്ടാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ്, അപ്പോൾ അതിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി തിരിച്ചു മറിച്ചു ആക്കിയിട്ടാണ് ഇത് ആക്കുന്നത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മൾ ഈ തേങ്ങ വറുത്ത് മാറ്റണം. കാരണം ചൂടോടുകൂടി ഇരുന്ന് കുറച്ചും കൂടി അത് മൂക്കും. അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ എടുക്കണം. ഇതുപോലെ ഒരു കളറിലാകുമ്പോൾ ഇത് വറുത്ത് കോരി മാറ്റുക. ഇനി നമുക്ക് പാവയ്ക്കായും ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇത് കണ്ടില്ലേ, ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇത്ര ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ പിഴിഞ്ഞ് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് വേണം എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇപ്പോൾ എണ്ണ നല്ല ചൂടാണ്, അതിലേക്ക് നമുക്ക് പാവയ്ക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് കണ്ടിന്യൂസ് നമ്മളിതുപോലെ ഇളക്കി കൊടുത്ത് ഇത് തിരിച്ചു മറിച്ചു ആക്കി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇത് കോരിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ കോരിയെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാവയ്ക്കായും വറുത്തെടുക്കാം. ഇങ്ങനെ ഞാൻ പാവയ്ക്ക എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.